പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇപ്പോൾ ഇവിടെ ഹരിദ്വാറിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ നമ്മൾ അവിടെ ഭാരത് മാതാ മന്ദിറിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഹരിദ്വാറിലെ തന്നെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ്, ഒരുപാട് പ്രത്യേകതകളൊക്കെ ഉള്ളതാണ്. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടാൽ അവിടെ നമുക്ക് എന്തൊക്കെ കാണാനുണ്ട് എന്നൊക്കെ ഞാനതിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ചെറിയ രീതിയിൽ കോൾഡ് വന്നിട്ടുണ്ട്, അതുകൊണ്ട് സൗണ്ടിന് ചെറിയ പ്രശ്നമുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് കേൾക്കുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങൾക്ക് നേരിടുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ പോകുന്നത് ഇവിടെ 2 പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളുണ്ട്. 2 ക്ഷേത്രങ്ങളും 2 മലമുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകണമെങ്കിൽ നമുക്ക് കേബിൾ കാർ എടുത്തിട്ട് പോകണം. 2 ക്ഷേത്രങ്ങളും 2 ഭാഗങ്ങളിലുള്ള 2 മലകളിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രങ്ങളാണ്. ഇവിടുത്തെ വളരെ പ്രധാനപ്പെട്ട 2 ക്ഷേത്രങ്ങളാണ്, ദേവീ ക്ഷേത്രങ്ങളാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് നേരെ അങ്ങോട്ട് പോയിട്ട് അവിടെ എത്തിയിട്ട് ഞാൻ ഓരോന്നിൻ്റെയും പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ആ ക്ഷേത്രങ്ങൾ എങ്ങനെയാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത്, അതിൻ്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. നിങ്ങൾ ഹരിദ്വാറിൽ വന്നാൽ ഈ ക്ഷേത്രങ്ങൾ എങ്ങനെ വിസിറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്ന ഒരുപാട് മലയാളികളെ ഞാൻ നേരത്തെ അവിടെ പോയപ്പോൾ കണ്ടിരുന്നു. അപ്പോൾ അവരൊക്കെ പറഞ്ഞത് ഇനി അവരങ്ങോട്ടാണ് പോകുന്നതാണ്. അപ്പോൾ ഇവിടെ ഹരിദ്വാറിൽ വരുന്ന ഒട്ടുമിക്ക എല്ലാവരും സന്ദർശിക്കുന്ന പ്രധാനപ്പെട്ട 2 ക്ഷേത്രങ്ങളാണിത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് നേരെ അവിടെ എത്തി ഞാൻ ആ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാൻ ആദ്യം പോയി എന്ന് പറഞ്ഞ ഭാരത് മാതാ മന്ദിറിന് ഞാനൊരു ഊബർ എടുത്തതാണ്, അതായത് ബൈക്ക് ഊബറാണ്. അപ്പോൾ നമുക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നവർക്ക് ഈ നോർത്തിൽ ഞാൻ പോയ എല്ലാ സ്ഥലങ്ങളിലും ഇതേപോലെയുള്ള ഓലയോ ഊബറോ റാപ്പിഡോ പോലെയുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ അവൈലബിൾ ആണ്. അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒറ്റയ്ക്കൊക്കെ യാത്ര ചെയ്യുമ്പം ചെറിയ പൈസയ്ക്ക് ഓരോ സ്ഥലങ്ങളിലോട്ടും പോകാൻ പറ്റും. നമ്മുടെ കേരളത്തിൽ ഇതിനൊക്കെ ഒരുപാട് തടസ്സങ്ങളുണ്ട്. ഇവിടുത്തെ ഓട്ടോ ഡ്രൈവേഴ്സും ടാക്സി ഡ്രൈവേഴ്സൊന്നും അതിനെ അനുവദിക്കുന്നില്ല. അപ്പോൾ അത് വലിയൊരു പ്രശ്നമാണ്. ഒറ്റയ്ക്കൊക്കെ യാത്ര ചെയ്യുന്നവർക്ക് ഇത് നല്ലൊരു ഓപ്ഷനാണ്. ചെറിയ പൈസയ്ക്ക് ബൈക്കിൽ നമുക്ക് ഹെൽമെറ്റൊക്കെ അവർ തരും. എന്നിട്ട് നമുക്ക് എവിടെയാണോ ഇറങ്ങേണ്ടത് അവരവിടെ കൊണ്ടുപോയിട്ട് നമ്മളെ ആക്കും. ഈ താഴെക്കൂടി ഒഴുകുന്നത് ഗംഗാ നദിയാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഗംഗാ ആരതിയൊക്കെ പോയിട്ട് കാണാനുണ്ട്. അത് വൈകുന്നേരം നമ്മൾ പോവും. അപ്പം അത് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റുമെന്ന് എനിക്കറിയില്ല, കാരണം കൂടുതൽ ലെങ്ത് ആവുകയാണെങ്കിൽ നമുക്കത് അടുത്ത പാർട്ടിലായിട്ട് ഉൾപ്പെടുത്താം. കാരണം 2 ക്ഷേത്രങ്ങളും നല്ല ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാനുണ്ട്. ഞാൻ പറഞ്ഞ പോലെ കേബിൾ കാറിലൊക്കെ പോയിട്ട് വേണം നമുക്കത് കാണാൻ. ഇപ്പോൾ ഒരു ക്ഷേത്രം പോയിട്ട് അവിടുന്ന് അടുത്ത ക്ഷേത്രത്തിലോട്ട് ഇതേപോലെ നമുക്ക് എന്തെങ്കിലും ഊബറൊക്കെ വിളിച്ച് പോകേണ്ടി വരും. ഇപ്പം 2 ഭാഗങ്ങളായിട്ടാണ് ഞാൻ പറഞ്ഞല്ലോ. ഇതിലിപ്പം നമ്മൾ ആദ്യമായിട്ട് പോകുന്ന ക്ഷേത്രമാണ് മാനസാ ദേവി ക്ഷേത്രം. ഇത് സ്ഥിതി ചെയ്യുന്നത് ഹിമാലയത്തിൻ്റെ തെക്കേ അറ്റ ഭാഗമാണ് ഈ ഭാഗങ്ങൾ വരുന്നത്. ഇവിടെയായിട്ടുള്ള ശിവാലിക് കുന്നുകളുടെ മുകളിലായിട്ടാണ്. ഈ ശിവാലിക് കുന്നുകളുടെ മുകളിലായിട്ട് ബിൽബ പർവ്വതത്തിൻ്റെ, അതായത് ഈ ശിവാലിക് മലനിരകളിൽ ബിൽബ എന്ന് പറയുന്ന ഒരു പർവ്വതമുണ്ട്. അതിൻ്റെ മുകളിലാണ് ഈ ഒരു മാനസാ ദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ മാനസാ ദേവി എന്താണ്, ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്താണ്, നമുക്ക് അവിടെ എത്തിയിട്ട് ഞാൻ നിങ്ങൾക്ക് പോകുന്ന വഴിയിലൊക്കെ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. നമുക്ക് 2 വഴികളാണ് മുകളിലോട്ട് എത്താനുള്ളത്. ഒന്ന് നമുക്ക് കാൽനടയായിട്ട് മുകളിലോട്ട് യാത്ര ചെയ്യാം. രണ്ടാമത്തത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേബിൾ കാർ എടുത്തിട്ട് മുകളിലോട്ട് പോകാം. നമ്മളെന്തായാലും കേബിൾ കാർ എടുത്തിട്ടാണ് പോകുന്നത്. നിങ്ങൾക്ക് ദൂരെയായിട്ട് ആ ക്ഷേത്രം കാണാൻ പറ്റും, അത്ര ഉയരത്തിൽ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ശിവാലിക് മലനിരകളുടെ മുകളിലായിട്ടാണ് ആ ഒരു ക്ഷേത്രം ഉള്ളത്. അപ്പം നമ്മൾ ഈ ഗംഗാ നദിയൊക്കെ മുറിച്ച് കടന്നിട്ടാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. അങ്ങനെ നമ്മളിവിടെ ക്ഷേത്രത്തിൻ്റെ താഴ്വാര ഭാഗത്തായിട്ട് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടുന്ന് നമുക്ക് കൗണ്ടറിൻ്റെ അങ്ങോട്ട് പോയിട്ട് ടിക്കറ്റ് എടുക്കണം, എന്നിട്ട് വേണം മുകളിലോട്ട് പോകാനായിട്ട്. അതിൻ്റെ മുന്നേ ഇവിടെ ഈ കരിമ്പ് വിൽക്കുന്ന, നമ്മുടെ കരിമ്പ് ജ്യൂസ് ഉണ്ടാക്കി വിൽക്കുന്ന ഒരുപാട് കടകളുണ്ട്. അപ്പോൾ അതിലൊന്നാണിത്. ഞാനിവിടുന്ന് ഒരു കരിമ്പ് ജ്യൂസ് കുടിച്ചിട്ട് പോകാമെന്ന് വെച്ചു. കാരണം നമ്മളിനി മുകളിൽ പോയിട്ട് തിരിച്ചു വരുന്നവരെ നമുക്കിനി ഭക്ഷണവും വെള്ളമൊക്കെ കിട്ടുമെന്ന് അറിയില്ല. അപ്പം രാവിലെ തന്നെ കുറച്ച് ക്ഷീണമൊക്കെ മാറാൻ ഈ കരിമ്പ് ജ്യൂസ് നല്ലതാണല്ലോ. അപ്പോൾ അവരിതിൽ ഈ ഒരു ചാറ്റ് മസാലയും ഇതൊക്കെ ഇടും. ഞാനത് വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് ഒരു കരിമ്പ് ജ്യൂസൊക്കെ കുടിച്ചു. നമ്മളെ നാട്ടിലൊരു ടേസ്റ്റ് എനിക്ക് ഫീൽ ചെയ്തില്ല. എന്താണെന്നറിയില്ല, അത് ഇവിടുത്തെ കരിമ്പിൻ്റെ വ്യത്യാസം കൊണ്ടാണോ എന്നറിയില്ല. നമ്മളെ നാട്ടിൽ കൂടുതലായിട്ടും മഹാരാഷ്ട്രയിൽ നിന്നൊക്കെയാണ് വരുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടെ അവർ എവിടെ നിന്നുള്ളതാണെന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ നമുക്കിനി അകത്തോട്ട് കയറിയിട്ട് ടിക്കറ്റ് എടുക്കണം. ഇവിടെ ഈ ഒരു കേബിൾ കാറിൻ്റെ ഡീറ്റെയിൽസൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് ഓരോ ടിക്കറ്റിന് എത്ര രൂപയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 ക്ഷേത്രങ്ങളിലോട്ടും പോകുന്ന ടിക്കറ്റ് വേണമെങ്കിൽ ഒന്നിച്ച് ഇവിടുന്ന് എടുക്കാൻ പറ്റും. ഞാൻ അവിടുന്ന് ടിക്കറ്റ് എടുത്തു. ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് കുറച്ച് ദൂരം നടന്ന് വേണം ആ ഒരു കേബിൾ കാറിൻ്റെ ഭാഗത്തോട്ട് എത്താനായിട്ട്. ഇവിടെയൊക്കെ എന്താ വെച്ചാൽ ഇപ്പോൾ തിരക്കില്ലാത്ത സമയമായതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ ഇവിടെ നല്ല നീണ്ട ക്യൂ ഉണ്ടാവുമായിരുന്നു. ഇപ്പോൾ നമ്മൾ വന്നത് ഒരു ഓഫ് സീസണാണ്, അതുപോലെ തന്നെ വർക്കിംഗ് ഡേ ആണ്. ആ കാരണം കൊണ്ടാണ് അത്രത്തോളം ഒന്നും തിരക്കില്ലാത്തത്. ഈ മാനസാ ദേവി എന്ന് പറയുന്നത് ആഗ്രഹത്തിൻ്റെ ദേവി എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ ആ ഒരു ദേവിക്ക് സമർപ്പിക്കാനായിട്ടുള്ള കാര്യങ്ങളാണ് ഇത് അവിടെ വെച്ചിട്ടുള്ളത്. ഇതൊക്കെ നമുക്ക് വാങ്ങിയിട്ട് മുകളിൽ ദേവിക്ക് കൊണ്ടുപോയിട്ട് അർപ്പിക്കാൻ വേണ്ടി സാധിക്കും. ഈ ഒരു കേബിൾ കാറിൽ നമ്മൾ എങ്ങനെയാണ് ഇരിക്കേണ്ടത്, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, അതൊക്കെ അവരുടെ ഡീറ്റെയിൽ ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. നമ്മളെ നാട്ടിലൊക്കെ കാണുന്ന പോലത്തെ കേബിൾ കാറല്ല, നല്ല പഴക്കമുള്ള പഴയ ടൈപ്പിലുള്ളൊരു കേബിൾ കാർ അവിടെ ഉള്ളത്.
പിന്നെ അവിടെയുള്ള ഡീറ്റെയിൽസൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 1997 ഈ ഒരു കേബിൾ കാറ് ഇവിടെ കൊണ്ടുവന്നത്. അതായത് അത്രയും വർഷത്തെ പഴക്കമുണ്ട്. അപ്പോൾ ആ ഒരു പഴക്കം നമുക്ക് ഈ ഒരു കേബിൾ കാറുകൾ കാണുമ്പോഴും മനസ്സിലാവും. നമ്മുടെ നാട്ടിലൊന്നും നമ്മൾ കണ്ട് ശീലിച്ചിട്ടുള്ള ടൈപ്പല്ല, ഒരുപാട് പഴക്കമുള്ള ടൈപ്പാണ്. അതായത് ഏകദേശം 30 വർഷത്തോളം പഴക്കമുണ്ട്. 1997 സ്ഥാപിച്ചിട്ടുള്ള അത്രയും മുന്നേ വന്നിട്ടുള്ളൊരു കേബിൾ കാർ സിസ്റ്റമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമുക്ക് ചെറിയൊരു പേടിയൊക്കെ തോന്നും കാണുമ്പം. ഓരോ കേബിൻ്റെ അകത്തും 4 പേരെ വെച്ചിട്ടാണ് അവർ നമ്മളെ മുകളിലോട്ട് അയക്കുന്നത്. ഏകദേശം ഒരു 5 മിനിറ്റോളം നമുക്ക് മെല്ലെ ഇത് പോവുള്ളൂ, അത്രയും പഴക്കമുണ്ട്. പിന്നെ പഴയ സിസ്റ്റമാണെന്ന് തോന്നുന്നു. അപ്പം ഞാൻ ഇരിക്കുന്നത് ഇപ്പോൾ ഓപ്പോസിറ്റ് സൈഡായി പോയി. അതുകൊണ്ട് നിങ്ങൾക്ക് താഴോട്ടുള്ള വ്യൂ ആയിരിക്കും കുറച്ചുകൂടി കിട്ടുക, മുകളിലോട്ടുള്ള വ്യൂ കുറച്ച് തിരിഞ്ഞെടുക്കേണ്ടി വരും. അപ്പം ഇതാണ് നമ്മൾ പോകുന്നത്. താഴെയൊക്കെ അവർ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, എന്തൊക്കെയോ പണിയും നടക്കുന്നുണ്ട്. താഴെ കണ്ടോ, അവിടെ നെറ്റ് കെട്ടിയിട്ടിട്ടുണ്ട്. ആരെങ്കിലും വീഴോ മറ്റോ ചെയ്യുകയാണെങ്കിൽ താഴോട്ട് പോവാതെ നിൽക്കാൻ വേണ്ടിയിട്ട് വലിയ രീതിയിൽ നെറ്റ് വലിച്ച് കെട്ടിയിട്ടുണ്ട്. അത്യാവശ്യം പേടിയൊക്കെ, ഹൈറ്റൊക്കെ പേടിയുള്ളവർക്ക് ചെറിയൊരു പേടിയൊക്കെ തോന്നും. കാരണം ഓപ്പൺ ആയിട്ടുള്ളൊരു കേബിൾ കാറാണല്ലോ, ക്ലോസ്ഡ് അല്ല. അതുകൊണ്ട് ചെറിയൊരു പേടിയൊക്കെ തോന്നും. നല്ല രീതിയിൽ ഒന്ന് ആടിയിട്ടൊക്കെയാണ് സംഭവം പോകുന്നത്. നമുക്ക് പേടി ഉണ്ടെങ്കിൽ ചെറിയ പേടി തോന്നും, എങ്കിലും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇതൊക്കെ. അപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഫുൾ ക്ലോസ്ഡ് ആയിട്ടുള്ള കേബിൾ കാറിലല്ലേ നമ്മൾ കയറി ശീലിച്ചിട്ടുള്ളത്. അപ്പം അതിൻ്റെ ഇടയിൽ ഇങ്ങനെ കാണുമ്പോൾ താഴോട്ടൊക്കെ നോക്കുമ്പം ഒരു പേടിയാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ് എന്തായാലും. അപ്പോൾ നമ്മൾ ഇതും കൂടി കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേബിൾ കാറിൽ പോകാമെന്ന് വെച്ചത്. അതാകുമ്പോൾ നമുക്ക് മുകളിലോട്ട് നടന്നു പോകേണ്ട ബുദ്ധിമുട്ടുമില്ല. പിന്നെ വൺ സൈഡായിട്ട് നമുക്ക് കേബിൾ കാർ ബുക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മൾ എടുക്കുമ്പം 2 സൈഡും കൂടി ആയിട്ട് തന്നെയാണ് അവർ തരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ പോകുന്ന പോലെ തന്നെ നമുക്ക് തിരിച്ചു വരുവാണ്. പിന്നെ നമുക്ക് രണ്ടാമത്തെ ക്ഷേത്രത്തിൽ പോകാനുള്ളത് കൊണ്ട് തന്നെ ടൈമും ഒരു പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ നടന്നു വരുമ്പോൾ എന്തായാലും ഒരുപാട് സമയം എടുക്കും. അത്രയും താഴെ നിന്നാണ് നമ്മളിപ്പോൾ മുകളിലോട്ട് കയറി വരുന്നത്. ഞാൻ പറഞ്ഞ പോലെ ഏകദേശം 5 മിനിറ്റോളം സമയം എടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുറേ നേരം നമുക്ക് ഈ ഒരു എക്സ്പീരിയൻസ് ചെയ്യാനുള്ള സമയം കൂടെ കിട്ടും. അതാണ് ക്ഷേത്രത്തിൻ്റെ പ്രധാന ഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ ഇറങ്ങിയിട്ട് അങ്ങോട്ട് കുറച്ച് ദൂരം നമുക്ക് നടന്നു പോകാനുണ്ട് ക്ഷേത്രത്തിലോട്ട്. അങ്ങനെ നമ്മൾ ഏകദേശം മുകളിലോട്ട് എത്താറായി. അപ്പോൾ നമുക്ക് ഈ ക്ഷേത്രത്തെ പറ്റി എന്താണ് എങ്ങനെയാണെന്നൊന്ന് നോക്കിയാലോ. സംസ്കൃത പദമായിട്ടുള്ള മാനസ് അഥവാ മനസ്സ് എന്നർത്ഥം വരുന്ന വാക്കിൽ നിന്നാണ് മാനസാദേവി എന്നുള്ള പേര് വന്നത്. മാനസാദേവി ക്ഷേത്രം എങ്ങനെയാണ് പ്രസിദ്ധമാവുന്നതെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ അതിവിടെ വന്ന് ദേവീനോട് പറഞ്ഞു കഴിഞ്ഞാൽ സാധിക്കുന്നതാണ് വിശ്വാസം. അങ്ങനെ നിരവധിയായിട്ടുള്ള ആളുകൾക്ക് തങ്ങളുടെ ആഗ്രഹങ്ങൾ ഇവിടെ വന്ന് ദേവിയുടെ അടുത്ത് പറഞ്ഞ ശേഷം സാധിച്ചിട്ടുണ്ട് അത്രേ. അപ്പം അത്രയും പ്രാധാന്യത്തോടു കൂടി ആളുകൾ വന്നിട്ട് തങ്ങളുടെ ആഗ്രഹങ്ങൾ പറയുന്നത് ഈ ദേവിയുടെ അടുത്താണ്. അതുകൊണ്ടാണ് മാനസാദേവി അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹത്തിൻ്റെ ദേവി, മനസ്സിൻ്റെ ദേവി എന്നൊക്കെ ഈ ഒരു ദേവീനെ വിളിക്കുന്നത്. ഇനി ആരാണ് മാനസാദേവി എന്ന് നോക്കിയാൽ, ശിവന്റെ മകളായിട്ടാണ് മാനസാദേവിനെ കണക്കാക്കുന്നത്. അതായത് ശിവന്റെ മനസ്സിൽ നിന്നാണ് ദേവി ഉണ്ടായതെന്നാണ് പറയപ്പെടുന്നത്. അല്ല, ശിവന്റെ മകളായിട്ട് തന്നെ ജനിച്ചതാണ് ദേവി എന്നും പറയപ്പെടുന്നവരുണ്ട്. എന്ത് തന്നെയായാലും ഈ ഒരു മാനസാദേവീനെ വളർത്തുന്നത് വാസുകിയാണ്. വാസുകി എന്ന് പറയുന്നത് നാഗങ്ങളുടെ ദേവതയാണ്. നാഗങ്ങളുടെ ദേവതയായിട്ടുള്ള വാസുകിയാണ് മാനസാദേവീനെ വളർത്തിയിട്ടുള്ളത്. അപ്പം മറ്റ് ദേവീദേവന്മാരെ പോലെ വലിയ പ്രാധാന്യവും അംഗീകാരവും ഒന്നും മാനസാദേവിക്ക് പണ്ട് കാലത്ത് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. ആളുകൾ അവർക്ക് വലിയ ബഹുമാനവും കാര്യങ്ങളൊന്നും നൽകിയിട്ടുണ്ടായിരുന്നില്ല എന്നാണ് പുരാണങ്ങളിൽ നിന്ന് പറയുന്നത്. പക്ഷെ തൻ്റെ ശക്തി തെളിയിക്കാൻ വേണ്ടിയിട്ട് മാനസാദേവി ജരത്കരു എന്ന് പറയുന്ന ഒരു മഹർഷിയെ വിവാഹം കഴിച്ചു. അവരുടെ ആ ഒരു വിവാഹത്തിൽ അവർക്ക് ആസ്തികൻ എന്ന് പറയുന്ന ഒരു മകൻ ജനിച്ചു. ഈ ആസ്തികൻ നമ്മൾ മഹാഭാരതം വായിച്ചിട്ടുണ്ടെങ്കിൽ, മഹാഭാരതത്തിൻ്റെ കഥകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ, ഈ ആസ്തികന് മഹാഭാരതത്തിൽ ഒരു പ്രധാനപ്പെട്ട പങ്കുണ്ട്. അപ്പം അതെന്താണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും മഹാഭാരതം വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം മഹാഭാരതത്തിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള ആസ്തികൻ ഈ ഒരു മാനസാദേവിയുടെ മകനാണ്. ഈ ഒരു ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠയ്ക്ക് ഒരു പാത്രത്തിൽ പഴങ്ങളും പാമ്പുകളോടും കൂടി ദേവി നിൽക്കുന്ന പോലെയാണ് കാണുക. അപ്പം അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ പാത്രം സമൃദ്ധിനെ സൂചിപ്പിക്കുന്നു. അതായത് സമൃദ്ധിക്ക് വേണ്ടി ആളുകൾ തങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി വരുന്നവർക്ക് ആ ഒരു പ്രതീകമായിട്ടാണ് പാത്രങ്ങൾ കണക്കാക്കുന്നത്. പിന്നെ അതിൽ പഴങ്ങൾ കണക്കാക്കുന്നത് പ്രത്യുൽപാദന ക്ഷമതയ്ക്കാണ്. അതായത് തങ്ങൾക്ക് മക്കൾ ഉണ്ടാവാൻ വേണ്ടിയിട്ടൊക്കെ ആളുകൾ വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ടാണ് അതിൽ പഴങ്ങൾ വെച്ചിട്ടുള്ളത്. പാമ്പുകളെ കാണാൻ പറ്റും. ആ പാമ്പുകൾ കിടക്കുന്നത് സംരക്ഷണത്തിൻ്റെ അർത്ഥത്തിലാണ്. അതായത് തങ്ങൾക്ക് എന്തെങ്കിലും സംരക്ഷണങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്, എന്തെങ്കിലും ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടൊക്കെ ആളുകൾ വന്നിട്ട് ആ ആഗ്രഹങ്ങളൊക്കെ ഇവിടെ പറയുന്ന പോലെയാണ്
ആ ഒരു ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറയുന്നത്. അത്രയും പ്രധാനമാണ്. അപ്പം നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ വന്നിട്ട് ഇവിടെ ദേവിയുടെ അടുത്ത് പറയാൻ പറ്റും. ആ ദേവിയുടെ അടുത്ത് പറയുന്ന ആഗ്രഹങ്ങൾ നടക്കുന്നതാണ് വിശ്വാസം. ആ വിശ്വാസം നമുക്കൊരിക്കലും വിശ്വാസത്തെ യുക്തി കൊണ്ടൊന്നും അളക്കാൻ സാധിക്കില്ല. കാരണം വിശ്വാസം ഒരു വിശ്വാസിയും അയാൾ എന്തിലാണോ വിശ്വസിക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അപ്പം ഒരാളുടെ വിശ്വാസം ചിലപ്പോൾ ശരിയായിരിക്കും, അത് നമുക്ക് മറ്റൊരു കണ്ണിലൂടെ നോക്കിയാലൊന്നും ചിലപ്പോൾ അത് മനസ്സിലായിക്കൊള്ളുന്നില്ല. ഇവിടെ നിന്ന് നോക്കിയാൽ നമ്മൾ നേരത്തെ വന്നിട്ടുള്ള ആ ഒരു ഗംഗാ നദിയുടെ പാലമൊക്കെ കാണാൻ പറ്റും. ആ പാലം കടന്നിട്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത്. പിന്നെ ഇവിടുത്തെ പ്രധാനപ്പെട്ട പൂജകൾ എന്ന് പറയുന്നത് മാനസ പൂജയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് നടക്കുന്നത് ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയാണ്. ആ സമയങ്ങളിൽ ശ്രാവണ മാസത്തിലോ അല്ലെങ്കിൽ ഭദ്രമാസത്തിലൊക്കെയാണ് ഈ മാനസ പൂജ നടക്കുന്നത്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ഇവിടുത്തെ ഒരു ഉത്സവമാണ് നാഗപഞ്ചമി എന്ന് പറയുന്നത്. അത് ഈ ശ്രാവണ മാസത്തിലെ 5ാമത്തെ ദിവസത്തെയാണ് നാഗപഞ്ചമിയായിട്ട് ഇവിടെ കണക്കാക്കുന്നത്. അപ്പോൾ ആ ദിവസങ്ങളൊക്കെ നിങ്ങൾ വന്നാൽ ഈ ക്ഷേത്രത്തിൽ പ്രധാനപ്പെട്ട ഉത്സവങ്ങളിലൊക്കെ നിങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റും. പിന്നെ അകത്ത് നമുക്ക് ഒട്ടും ക്യാമറയൊന്നും അലോഡ് അല്ലായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് അകത്തുള്ള വീഡിയോസൊന്നും നിങ്ങളെ കാണിച്ചു തരാൻ പറ്റാത്തത്. പുറമേയുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. പുറമേ അവർ നമ്മുടെ ഫോണും ക്യാമറയൊക്കെ വാങ്ങി വെക്കും. അതുകൊണ്ട് അകത്തോട്ട് ഇതൊന്നും കൊണ്ടുപോകാൻ പറ്റൂല. അപ്പം എന്തെങ്കിലും ആഗ്രഹങ്ങളുള്ളവരാണെങ്കിൽ ആ ആഗ്രഹങ്ങൾ വിശ്വാസം കൊണ്ട് നടപ്പാക്കണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അതാണ് ഞാൻ വീണ്ടും പറയുന്നു, വിശ്വാസത്തെ നമുക്ക് യുക്തി കൊണ്ട് അളക്കാൻ സാധിക്കില്ല. അപ്പം നിങ്ങളുടെ വിശ്വാസപരമായിട്ട് നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ ഹരിദ്വാർ വരുമ്പം മാനസാദേവീനെ വന്ന് കാണാം. ദേവിയുടെ അടുത്ത് നമ്മുടെ ആഗ്രഹങ്ങൾ പറയാം. അത് നടപ്പിലാവോ ഇല്ലയോ എന്ന് അത് ഓരോരുത്തരുടെ വിശ്വാസത്തെ സംബന്ധിച്ചുള്ള കാര്യമാണ്. അപ്പം എനിക്കോ നിങ്ങൾക്കോ അത് വ്യത്യസ്ത തലത്തിലുള്ള അനുഭവങ്ങളായിരിക്കും. ഇനി നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നും വിശ്വസിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളൊരു വിശ്വാസി അല്ലെങ്കിൽ കൂടെ നിങ്ങൾക്കൊരു അനുഭവമാണ് ഇവിടെ വന്നിട്ട് ഈ ഒരു കേബിൾ കാറിൽ കയറി മുകളിൽ പോയിട്ട് മുകളിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഒരു സ്പിരിച്വൽ ടൂറിസം എന്നുള്ള നിലയ്ക്കും നമുക്ക് ഹരിദ്വാറിൽ വന്ന് കണ്ട് മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് പോകാൻ പറ്റിയ ഒരു സ്ഥലം കൂടിയാണ് ഈ ഒരു മാനസാദേവി ക്ഷേത്രം എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയിട്ട് 2ാമത്തെ ദേവീക്ഷേത്രത്തിലോട്ട് പോവും. അതും ഇതേപോലെ തന്നെ ഇവിടുന്ന് കുറച്ച് മാറിയിട്ട് ഒരു വലിയ കുന്നിൻ്റെ മുകളിലായിട്ടാണ് ആ ഒരു ദേവീക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നത്. ഇതേപോലെ തന്നെ മനോഹരമായിട്ടൊരു കേബിൾ കാറിലൊക്കെ കയറിയിട്ട് വേണം അവിടെയും നമുക്ക് മുകളിലോട്ട് പോകാൻ. പക്ഷേ ഇത്രത്തോളം ഉയരത്തിലല്ല, കുറച്ചുകൂടി താഴ്ചയിലാണ് ആ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അപ്പം നമ്മൾ ഈ ഒരു ക്ഷേത്രത്തിൽ വന്നവർക്ക് വേണ്ടിയിട്ട് ഇവിടെ ഇവർ മറ്റൊരു സൗകര്യം ചെയ്തിട്ടുണ്ട്. ഈ ക്ഷേത്രത്തിൽ നിന്ന് 2ാമത്തെ ക്ഷേത്രത്തിലോട്ട് ഇവിടുന്ന് നമുക്ക് അവരുടെ വണ്ടി കിട്ടും. നമ്മളിവിടെ ബുക്ക് ചെയ്തിട്ടുണ്ട്, അവിടെയും ബുക്ക് ചെയ്തുകൊണ്ട് ആ ടിക്കറ്റ് കാണിച്ചു കഴിഞ്ഞാൽ ഇവിടുന്ന് നമ്മളെ ഫ്രീ ആയിട്ട് ആ ഒരു ക്ഷേത്രത്തിൻ്റെ താഴ്ഭാഗത്ത് കൊണ്ടുപോയിട്ട് അവരിറക്കും. അവിടുന്ന് പിന്നെ നമുക്ക് കേബിൾ കാർ എടുത്തിട്ട് മുകളിലോട്ട് പോകാൻ പറ്റും. നേരത്തെ നമ്മൾ പോയ പോലെയുള്ള ഭാഗമല്ല, ഇതൊരു സ്ട്രീറ്റാണ്. ആളുകൾ കൂട്ടായിട്ട് താമസിക്കുന്ന ഒരു സ്ട്രീറ്റിൻ്റെ ഉള്ളിലായിട്ടാണ് ഈ ഒരു ക്ഷേത്രത്തിന് എൻട്രൻസ് വരുന്നത്. നേരത്തെ നമ്മൾ പോയതിനേക്കാളും റോഡൊക്കെ കുറച്ച് മോശമായിട്ട് കിടക്കുന്ന, അത്രത്തോളം വൃത്തി നമുക്ക് കാണുമ്പം തോന്നാത്ത ഒരു സ്ഥലത്താണ് 2ാമത്തെ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നതാണ് തോന്നുന്നത്. ഇവിടുന്ന് നമുക്കിനി കുറച്ച് ദൂരം നടന്ന് വേണം ആ ഒരു കേബിൾ കാറിൻ്റെ അങ്ങോട്ടേക്ക് എത്താൻ. എന്നിട്ട് വേണം നമുക്ക് കേബിൾ കാർ എടുത്തിട്ട് മുകളിൽ ക്ഷേത്രത്തിൻ്റെ ഭാഗത്തോട്ട് പോകാൻ. അപ്പോൾ നേരത്തെ നമ്മൾ പോയ പോലെയുള്ള ഭാഗമല്ല, ആളുകൾ തിങ്ങി പാർക്കുന്ന ഒരു റെസിഡൻഷ്യൽ ഏരിയ ആണിത്. തൊട്ടപ്പുറത്തായിട്ട് ഹരിദ്വാർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന റെയിൽവേ ട്രാക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൻ്റെ സൈഡിലൂടെയുള്ള ഇതൊക്കെ ആളുകൾ താമസിക്കുകയും അവർ സാധനങ്ങളൊക്കെ വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുള്ള ഏരിയ ആണ്. വീടുകളോട് ചേർന്നിട്ട് തന്നെ ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്കൊക്കെ വേണ്ടിയിട്ട് അവരവരുടെ സാധനങ്ങൾ, അവരുടെ ഉപജീവന മാർഗം കൂടിയാണിത്. ബാഗുകളും മറ്റ് സാധനങ്ങളൊക്കെ അവരവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അവരുടെ വീടുകളും ഇതുതന്നെയാണ്. അപ്പം നമ്മുടെ റെയിൽവേ ട്രാക്കിനോട് ചേർന്നിട്ടാണ് നമുക്ക് മുകളിലോട്ട് പോകാനുള്ള വഴി കിടക്കുന്നത്. അങ്ങനെ നമ്മൾ നടന്നു വന്നാൽ ഇവിടെയായിട്ട് ആ കേബിൾ കാറിൻ്റെ ഭാഗം കാണാം. നേരത്തെ കണ്ടതിനേക്കാളും പഴക്കമുണ്ട്. 1991 ഈ ഒരു കേബിൾ കാർ ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. അങ്ങനെ അവിടുന്ന് നമ്മൾ കേബിൾ കാർ എടുത്തു. ഇനിയിപ്പോൾ മുകളിലോട്ട് പോവാണ്. അപ്പോൾ ഈ ഒരു ക്ഷേത്രം എന്ന് പറയുന്നത് ചാന്തി ദേവി ക്ഷേത്രം. നേരത്തെ നമ്മൾ പോയത് മാനസാദേവി ക്ഷേത്രമാണ്. ഈ ഒരു ചാന്തി ദേവി ക്ഷേത്രം 1929 അന്നത്തെ കാശ്മീർ രാജാവായിരുന്ന സുജത് സിംഗിൻ്റെ ഭരണകാലത്താണ് നിർമ്മിച്ചിട്ടുള്ളത്. എന്നാൽ ഇവിടുത്തെ ദേവി വിഗ്രഹം ശങ്കരാചാര്യ സ്വാമികളാൽ സ്ഥാപിക്കപ്പെട്ടതാണെന്നാണ് പറയപ്പെടുന്നത്. അതായത് 8ാം നൂറ്റാണ്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട പുരോഹിതനായ ശങ്കരാചാര്യനാൽ. പക്ഷേ അത് 8ാം നൂറ്റാണ്ട് എന്ന് പറയുമ്പം അത് ആദി ശങ്കരാചാര്യരാണോ അല്ലെങ്കിൽ ആ ഒരു പരമ്പരയിലുള്ള മറ്റൊരു ശങ്കരാചാര്യ സ്വാമിയാണോ നമുക്ക് അറിയില്ല. അപ്പോൾ ഏതായാലും ഒരു ശങ്കരാചാര്യ സ്വാമിയാൽ നിർമ്മിക്കപ്പെട്ടതാണ്, അല്ലെങ്കിൽ സ്ഥാപിക്കപ്പെട്ടതാണ്, അല്ലെങ്കിൽ പ്രതിഷ്ഠിക്കപ്പെട്ടതാണ് ഇവിടുത്തെ പ്രതിഷ്ഠ എന്നാണ് പറയപ്പെടുന്നത്. ഇനി പുരാണത്തിൽ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ചാന്തി ദേവിയുടെ കഥ നമ്മൾ പരിശോധിച്ചാൽ, ശുംഭ നിശുംഭന്മാർ, 2 അസുരന്മാരാണ് ശുംഭനും നിശുംഭനും. അവർ ദേവലോകം പിടിച്ചെടുത്തു. ദേവലോകം പിടിച്ചെടുത്തിട്ട്
ഇന്ദ്രനെ അവിടുന്ന് പുറത്താക്കി. അങ്ങനെ ദേവന്മാരുടെയൊക്കെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് പർവ്വതത്തിൻ്റെ മുകളിൽ നിന്ന് അതിസുന്ദരിയായിട്ടുള്ള ഒരു ദേവി പുറത്തു വന്നു. അങ്ങനെ ആ ഒരു ദേവി ഈ ശുംഭനിശുംഭന്മാരെ കാണാൻ വേണ്ടി പോയിരുന്നു. അതിസുന്ദരിയായ ഒരു പെൺകുട്ടിയെ കണ്ടിട്ട് ശുംഭൻ അവളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു എന്നും, പക്ഷെ അവൾ അതിന് വിസമ്മതിച്ചു. അങ്ങനെ തൻ്റെ കീഴിലുള്ള 2 അസുരന്മാരായിട്ടുള്ള ചണ്ടനെയും മുണ്ടനെയും ഈ ഒരു പെൺകുട്ടീനെ കൊല്ലാനായിട്ട് പറഞ്ഞയച്ചു. അങ്ങനെ ആ ഒരു ചണ്ടനെയും മുണ്ടനെയും കൊന്ന ദേവി ചാമുണ്ഡി ദേവിയായിട്ട് മാറി. അങ്ങനെ ചാമുണ്ഡി ദേവിയായിട്ട് മാറിയ ശേഷം പിന്നീട് ശുംഭനെയും നിശുംഭനെയും കൂടെ ആ ഒരു ചാമുണ്ഡി ദേവി വധിച്ചു കളഞ്ഞു. അങ്ങനെ അവരെ വധിച്ചു കളഞ്ഞ ശേഷം ഈ ഒരു ദേവി ഈ കുന്നിൻ്റെ മുകളിൽ വന്നിട്ട് വിശ്രമിച്ചു അത്രേ. അങ്ങനെ ഇവിടെ ദേവി വിശ്രമിച്ച സ്ഥലത്തിൽ നിന്ന് ഈ ഒരു ക്ഷേത്രം രൂപപ്പെട്ടു എന്നാണ് ഐതിഹ്യം. അപ്പം അങ്ങനെ ഒരു പ്രത്യേകത കൂടെ ഉണ്ട്. നമ്മൾ കർണാടകയിൽ പോയാൽ ബാംഗ്ലൂരിലുള്ള ചാമുണ്ഡി ഹിൽസിലൊരു ക്ഷേത്രമുണ്ട്, ചാമുണ്ഡി ക്ഷേത്രം. അവിടെയും സമാനമായിട്ടുള്ള ഒരു ഐതിഹ്യം നമുക്ക് കേൾക്കാൻ വേണ്ടി പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശങ്കരാചാര്യ സ്വാമിയാൽ നിർമ്മിക്കപ്പെട്ടു എന്ന് മാത്രമല്ല, മറ്റൊരു കഥ കൂടെയുണ്ട്. അത് മുഗൾ ചക്രവർത്തിയായിരുന്ന അക്ബർ അദ്ദേഹം ഹരിദ്വാർ സന്ദർശിച്ച സമയത്ത് ഈ ഒരു ക്ഷേത്രം നശിപ്പിക്കാനും ഇവിടുത്തെ വിഗ്രഹം കൊണ്ടുപോകാനും ശ്രമിച്ചു അത്രേ. പക്ഷെ അദ്ദേഹം വിഗ്രഹം കൊണ്ടുപോകാൻ ഒരിക്കലും സാധിച്ചില്ല. അങ്ങനെ സാധിക്കാതിരിക്കുക മാത്രമല്ല, അദ്ദേഹത്തിന് ഒരു ദിവ്യ ദർശനം ലഭിച്ചു എന്നും. അപ്പോൾ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹം ഇടപെടാൻ പാടില്ല എന്ന് അദ്ദേഹത്തിന് ദിവ്യ ദർശനം ലഭിച്ചതിൻ്റെ പ്രകാരം ഈ ക്ഷേത്രം നിൽക്കുന്ന മുഴുവൻ സ്ഥലം അദ്ദേഹം ഈ ഒരു ക്ഷേത്രത്തിനായിട്ട് വിട്ടു നൽകിയിട്ട് ഇവിടുന്ന് തിരിച്ചു പോവുകയും ചെയ്തു എന്നും ഒരു ഐതിഹ്യം നിലനിൽക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ഹരിദ്വാറിൽ വന്നാൽ ആദ്യം മാനസാദേവീനെ പോയി കാണുക. അവിടെ പോയിട്ട് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞ ശേഷം ഈ ഒരു ക്ഷേത്രം കൂടെ നിങ്ങൾക്ക് വന്ന് സന്ദർശിക്കാൻ പറ്റും. രണ്ടും ശിവാലി കുന്നിൻ്റെ മുകളിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ശുംഭ നിശുംഭന്മാരുടെ പേരിൽ ഇവിടെ 2 കുന്നുകളുണ്ട്. അതിലൊന്ന് ശുംഭനെന്നും ഒന്ന് നിശുംഭനെന്നും ഇപ്പോഴും അറിയപ്പെടുന്നുണ്ട്. അതായത് ആ ദേവിയുടെ ഐതിഹ്യപ്രകാരം അങ്ങനെ കൂടെ ഇതിനൊരു പ്രത്യേകതയുണ്ട്. അപ്പം ഹരിദ്വാറിൽ വരുമ്പം നമ്മുടെ ഗംഗാഘട്ടും അതുപോലെ അവിടുത്തെ ആരതിയും മാത്രം കണ്ടുപോവാതെ ഈ 2 ക്ഷേത്രങ്ങളും കൂടെ നിങ്ങൾ വന്ന് കാണണം. ഒരുപാട് മലയാളികളെ ഞാൻ ഇവിടെ മുകളിലും കണ്ടു, അവിടെയും കണ്ടു. അപ്പം അവർ ഗ്രൂപ്പായിട്ടൊക്കെ വന്നവരാണ് കൂടുതലായിട്ടും. നല്ല രസമാണ്. അപ്പം ഈ ഒരു അനുഭവം കൂടെ ഉണ്ടല്ലോ, ഈ ഒരു കേബിൾ കാറിൽ കയറിയിട്ട് നമുക്ക് പോകാൻ പറ്റും. അപ്പം മനോഹരമായ 2 ക്ഷേത്രങ്ങളാണ്. ഐതിഹ്യം കൊണ്ടും ചരിത്രം കൊണ്ടും ഒരുപാട് പ്രത്യേകതകളുള്ള 2 ക്ഷേത്രങ്ങളാണ്. അപ്പം അടുത്ത തവണ നിങ്ങൾ ഹരിദ്വാറിൽ വരുമ്പം ഈ 2 ക്ഷേത്രങ്ങളും നിങ്ങൾ ഇതുവരെ പോയിട്ടില്ലെങ്കിൽ ഒന്ന് സന്ദർശിക്കുന്നത് ഒരു വ്യത്യസ്തമായിട്ടുള്ള അനുഭവമായിരിക്കും നിങ്ങൾക്ക്. അപ്പം ഞാൻ ഈ പറഞ്ഞ ഐതിഹ്യവും ചരിത്രവും കഥകളും ഒക്കെ നിങ്ങളുടെ മനസ്സിൽ വെച്ചുകൊണ്ട് ഈ 2 ക്ഷേത്രങ്ങൾ നിങ്ങളിനി പോകുമ്പം നിങ്ങൾക്ക് ആ ഒരു കാര്യം അറിഞ്ഞിട്ട് പോകുമ്പം ഒരു രസമാണല്ലോ. നമ്മളൊരു ക്ഷേത്രത്തിലോട്ട് പോകുമ്പം അതെന്താണ് എങ്ങനെയാണെന്നൊന്നും അറിയാതെ പോകുന്നതും അതിൻ്റെ മൊത്തം ചരിത്രവും ഐതിഹ്യവും ആ ദേവിയുടെ പ്രത്യേകതയൊക്കെ മനസ്സിലാക്കി പോകുന്നതും രണ്ടും ഒരു വ്യത്യസ്തതയുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് 2 ക്ഷേത്രങ്ങളുടെയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അങ്ങനെ നമ്മൾ താഴെ എത്തി. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ റെയിൽവേ ട്രാക്ക് ഇതിൻ്റെ സമീപത്തോടുകൂടി പോകുന്നുണ്ട് എന്ന്. അതിലൂടെ ഒരു ട്രെയിൻ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് നടന്ന്, ഞാനിവിടെ താമസിക്കുന്ന റൂം ഇവിടെ അടുത്ത് തന്നെയാണ്, അപ്പോൾ അങ്ങോട്ടേക്ക് നടന്ന് പോവാം. അപ്പം ഇന്ന് നമ്മൾ 2 ക്ഷേത്രങ്ങൾ കണ്ടു, വ്യത്യസ്തമായ 2 ക്ഷേത്രങ്ങൾ കണ്ടു. അതിൻ്റെ പ്രത്യേകതകളും ഐതിഹ്യവും ചരിത്രവും ഒക്കെ ഞാൻ എന്നാൽ അറിയുന്ന പോലെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിലോ തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിലോ ഒക്കെ ഒന്ന് ക്ഷമിക്കുക. അപ്പം നമുക്ക് അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട്, അതായത് ഹരിദ്വാറിലെ ഇനി അങ്ങോട്ടുള്ള കാഴ്ചകളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ ഒക്കെ ഒന്ന് കമൻസിൽ പറയുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി ഉള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അപ്പം മറ്റൊരു ദിവസം മറ്റൊരു മനോഹരമായിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.